ബിഗിനേഴ്സിന് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവിൻ്റെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സ്റ്റോൺ ആണ്. സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു ഫിറ്റിംഗ് സ്റ്റോൺ ആണ് ഇത് വേണം. പിന്നെ ഗോൾഡൻ സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു സിൽക്ക് ത്രെഡും കൂടി എടുത്തിട്ടുണ്ട്. റെഡ് കളർ വരുന്ന ഒരു സിൽക്ക് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ സിൽക്ക് ത്രെഡ് എടുക്കാം. ഈ ഡിസൈൻ നമ്മൾ ട്രേസിംഗ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ ബോർഡർ എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഡിസൈൻ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് സ്ലീവിൻ്റെ സെൻറ്ററിൻ്റെ ആ പോർഷനിൽ 4 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഓരോ ഡോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ വരെ ഒരു ഏകദേശം ഒരു 6 ഡോട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് റോയിൽ ചെയ്യുമ്പം 5 ഡോട്ട്. അപ്പോൾ ഒരു സ്ലാൻഡിങ് ഷേപ്പിലാണ് വരുന്നത്. അങ്ങനെ 5 ഡോട്ട്, 4 ഡോട്ട്, 3 ഡോട്ട്, 2 ഡോട്ട് അങ്ങനെ ചെയ്താണ് നമ്മൾ ആ ഒരു സ്ലീവ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ആ പോർഷനിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് ഫിറ്റിംഗ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോണൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് സ്റ്റോണിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു റൗണ്ട് ബീഡും ഒരു സീക്വൻസ് ഒരുമിച്ചെടുക്കണം. ഒരുമിച്ചെടുത്തിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ നീഡിലിൻ്റെ നമ്പറൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 വശത്തേക്കും ഈ ഒരു രീതിയിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലത്തെ ആ എഡ്ജ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ റൗണ്ട് ബീഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ക്രെവൽ നീഡിൽ 5ലേക്ക് 5 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 10 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് നീഡിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ പൊക്കിയെടുക്കുവാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സീക്വൻസ് വെച്ചിട്ട് നമുക്ക് ത്രെഡ് നീഡിലേക്ക് ഒരു തവണ ഇതുപോലെ ചുറ്റുക. എന്നിട്ട് ആ സീക്വൻസും നീഡിലേക്ക് എടുക്കുവാണ്. എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ പിടിച്ചിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. ഇത് കണ്ടോ, ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് എന്ന് പറയുന്ന സ്റ്റിച്ചാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇതേപോലെ ഈ 2 ഭാഗത്തേക്കും നമ്മൾ ചെയ്തെടുക്കണം. ഇനി ഈ 3 റൗണ്ട് ബീഡ് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്ക് നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. അവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 വശത്ത് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷൻ വരുമ്പം അവിടെ ഫ്രഞ്ച് നോട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്ലീവ് ഡിസൈനാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.